അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹീന വിവാഹം കഴിച്ചത് 2003-ലാണ്. നജ്മുദ്ദീനുമായിട്ടാണ് വിവാഹം. ഇവരുടെ താമസം വിവാഹത്തിൻ്റെ ശേഷം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലായിരുന്നു. വളരെ സന്തോഷത്തിലുള്ള ജീവിതമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. ഇവരുടെ എല്ലാ സാമ്പത്തികമായി എല്ലാ വിഷയത്തിലും നല്ല റാഹത്തോടു കൂടിയായിരുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കുറവ് എന്ന് പറയുന്നത് ഇവർക്ക് സമയം പരസ്പരം സംസാരിക്കാനും കുട്ടികളുമായി സംസാരിക്കാൻ ഇവർക്ക് സമയം കിട്ടുമായിരുന്നില്ല. ഭർത്താവിൻ്റെ ജോലി അത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണ്. അദ്ദേഹത്തിനൊരു അറവുശാലയുണ്ട്, അതിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതുപോലെ മറ്റൊരിടത്ത് ഇറച്ചിക്കടയുണ്ട്. അവരുടെ ഇറച്ചാക്കി അവിടെ കൊണ്ട് അത് വിൽപ്പന ചെയ്യും. വലിയ കച്ചവടമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ പോയി ഈ തിരക്ക് പിടിച്ച ജീവിതം, അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിക്കുന്നത്. കൂലിക്ക് വേറെ ഒരാളും വെച്ചിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിലൊക്കെ റഹീനക്ക് ഇത് വലിയ പ്രയാസമായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ ചിലവഴിക്കാൻ സമയം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ഭർത്താവിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ റഹീന ഭർത്താവിൻ്റെ കൂടെ സഹകരിച്ച് ജീവിച്ചു. നജ്മുദ്ദീനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടി എന്നതിൽ വലിയ സന്തോഷം നജ്മുദ്ദീനുണ്ടായിരുന്നു. അങ്ങനെ ജീവിതം വളരെ റാഹത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഭാര്യയുടെ അരികിൽ വന്ന് നജ്മുദ്ദീൻ പറഞ്ഞ ഒരു കാര്യം, ഇത് കേട്ടങ്ങ് ഭാര്യ ഒരുങ്ങിപ്പോയി. സഹിക്കാൻ പറ്റാത്തതും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ കാര്യമാണ് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ കേട്ട് അതോടൊപ്പം ഭാര്യ അങ്ങ് വല്ലാണ്ടായിപ്പോയി. പിന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലിയ വലിയ പ്രശ്നങ്ങളായി ഇങ്ങനെ മുന്നോട്ട് പോയി. റഹീനക്ക് തൻ്റെ കുടുംബത്തിലുള്ളത് ഉമ്മയായ സുബൈദയും അതുപോലെ ഒരു അനുജത്തിയാണ്. 2 പേരാണ് റഹീനയുടെ ജീവിതത്തിലുള്ളത്. സുബൈദ റഹീനയുടെ ഉമ്മ, അതുപോലെ റഹീനക്ക് അനുജത്തിയുണ്ട്. ഇവരുടെ ജീവിതം വീട് ഒക്കെ തൊട്ടടുത്താണ്. പിന്നെ റഹീനയുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും റഹീനക്ക് അറിയാം എൻ്റെ ഭർത്താവ് നന്നാകും, എൻ്റെ ഭർത്താവ് നല്ല ഒരാളാണ് എന്ന ഒരു രീതിയിൽ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിലയുറപ്പിച്ച് ജീവിച്ചു. അങ്ങനെ അവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 2 മക്കളായി. മക്കളും ഒത്തിട്ട് നല്ലൊരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നജ്മുദ്ദീൻ്റെ പ്രശ്നങ്ങളിങ്ങനെ ഗുരുതരമായി കൊണ്ടേയിരിക്കുകയാണ്. നജ്മുദ്ദീൻ പല വിഷയത്തിലും റഹീന ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും റഹീനയെ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം റഹീനയോട് നജ്മുദ്ദീൻ പറഞ്ഞ ഒരു വാക്ക് അത് റഹീനക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ 2 മക്കളെ വരെ സംശയത്തിലാണ് പറഞ്ഞത്. ഇത് എൻ്റെ മക്കളാണ് എന്ന് പോലും എനിക്ക് ഉറപ്പില്ല, നീ ആരുടെ കൂടെ ഉണ്ടാക്കിയ മക്കളെന്ന രീതിയിൽ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു സംസാരമാണ്. നജ്മുദ്ദീൻ്റെ വലിയ പ്രയാസം, ജീവിതത്തിൻ്റെ വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ഭാര്യയോട് വല്ലാത്തൊരു സംശയമാണ്. ഭാര്യ ഭർത്താവിന് എത്ര കണ്ട് ഒതുങ്ങി ജീവിച്ചാലും ഇവൻ്റെ സംശയം ഇങ്ങനെ കൂടിക്കൂടി വരും. ഇത് എത്രത്തോളം ഈ സംശയം കൂടിയെന്ന് പറഞ്ഞാൽ അവസാനം റഹീനയോട് വെറുപ്പും അറുപ്പും. അവസാനം ഞാനൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ റഹീന അറിയാതെ 2017 ഇവൻ വേറെ ഒരു വിവാഹം കഴിച്ചു. ഈ വിവരം റഹീന അറിയലോടുകൂടി റഹീനക്ക് വല്ലാത്ത സങ്കടമായി. കാരണം നജ്മുദ്ദീൻ ഇങ്ങനെ ചെയ്യുന്നു റഹീന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അത് വലിയ പ്രശ്നമായി. അവസാനം റഹീന എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ 2ാമത് കല്യാണം കഴിഞ്ഞ ഭാര്യയെ കൊണ്ടുവന്നു. ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രമമാണ്. കാരണം ഇങ്ങനെ ജോലി തിരക്കിന് 2 വീട് ഇങ്ങനെ സന്ദർശിക്കാനും പോകാൻ പ്രയാസമായി. ഇത് റഹീനക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇവിടെ താമസിക്കാൻ പാടില്ല നിങ്ങളുടെ 2ാമത്തെ ഭാര്യ
എന്ന രീതിയിലായിരുന്നു റഹീന പറഞ്ഞത്. ഇത് നജുമുദ്ദീനിക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കി. അങ്ങനെ വീട്ടിൽ വന്ന് റഹീനയെ വല്ലാണ്ട് അടിച്ചു, വലിയ പ്രശ്നമാക്കി. റഹീന നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ മക്കളുമായിട്ട്. വീട്ടിൽ പോയി പിന്നെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഇടപെട്ട് പിന്നെ കുടുംബ കോടതിയിൽ പോയി. ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാവുമെന്ന് നജുമുദ്ദീൻ മനസ്സിലാക്കിയ ഉടനെ നജുമുദ്ദീൻ ചെയ്തത്, ഞാൻ എൻ്റെ റഹീനനെ പൊന്നുപോലെ നോക്കാം, അങ്ങനെ പറഞ്ഞ് അവർക്കൊരു വാടക വീട്ടെടുത്ത് ആ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ നീ വാടക വീട്ടിലേക്ക് പോകരുത്, നിൻ്റെ വീടാണത് സ്വന്തം, ആ വീട്ടിലേക്ക് തന്നെ പോകണം. പിന്നെ ഭർത്താവിൻ്റെ ആ കരുണയുടെ വാക്കും പലതും ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഭർത്താവിനെ വിശ്വസിച്ച് വാടക വീട്ടിലേക്ക് പോയി. അങ്ങനെ വാടക വീട്ടിലേക്ക് പോയപ്പോൾ വാടക വീട്ടിൽ ആദ്യമൊക്കെ സന്തോഷത്തിൽ കഴിഞ്ഞു. പിന്നെ വീണ്ടും ഇവൻ്റെ ഈ സംശയം രോഗം വീണ്ടും ഇങ്ങനെ മൂർച്ഛിക്കാൻ തുടങ്ങി. ഒരു ദിവസം വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് ഒളിഞ്ഞിങ്ങനെ നോക്കുകയാണ്. അതുവരേക്കും ഈ ഭാര്യ മനസ്സിലാക്കിയിട്ടില്ല ഇത് എൻ്റെ ഭർത്താവിനോട് സംശയമാണ് എന്ന്. കാരണം ഇത് സ്നേഹം കൂടിയപ്പോഴുള്ള ചില വിഷയങ്ങളാണ് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ റഹീന പരിഗണിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒളിച്ചു നോട്ടം കാണുമ്പോൾ അത് റഹീനക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ പ്രശ്നമായി. ആ സമയത്ത് ഈ പ്രശ്നം ഉമ്മക്കറിഞ്ഞു. ഉമ്മ നേരെ വീട്ടിലേക്ക് വന്ന് റഹീനയെ കൂട്ടിക്കൊണ്ട് നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഇതൊന്നും സഹിക്കാനായില്ല നജുമുദ്ദീന്. കാരണം ഇത് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് ഒരുക്കുമെന്ന് നജുമുദ്ദീൻ ഭയപ്പെട്ടു. നജുമുദ്ദീൻ മനസ്സിലാക്കിയത് ഇതിങ്ങനെ പോയാൽ വലിയ പ്രശ്നമാണ്, എനിക്ക് വലിയ ഒരു ഭാരമായി ഈ റഹീന മാറും, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം, ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നായിരുന്നു അവൻ്റെ അവസാനത്തെ തീർമാനം. അങ്ങനെ റഹീന വീട്ടിൽ പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നജുമുദ്ദീൻ വിളിക്കുമായിരുന്നു. ഒരു ദിവസം നജുമുദ്ദീൻ വിളിച്ച് ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അറവുശാലയിൽ 2 ജോലിക്കാർ ഇന്ന് അത്യാവശ്യം കൂടുതൽ ജോലി ഉള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു, 2 ആളും കിട്ടുന്നില്ല, അപ്പോൾ ഒരുപാട് പ്രയാസമുണ്ട് ജോലി സ്ഥലത്ത്, അതുകൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ കൂടെ ഇന്ന് ജോലി സ്ഥലത്തേക്ക് വരണം, കുറച്ചൊക്കെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പാവം ഈ ഭാര്യ ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ഒന്നും അവനുമായി സഹകരിക്കരുത്, കാരണം നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയവനാണ്, അതുകൊണ്ട് നീ അവനെ വിളിച്ചടത്തേക്ക് പോകരുതെന്ന്. പക്ഷെ ഭർത്താവല്ലേ, കുട്ടികളെ പിതാവല്ലേ, കുട്ടികൾക്ക് ഒരു വാപ്പയല്ലേ എന്ന് വിചാരിച്ച് ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുമായിരുന്നു റഹീന. അങ്ങനെ അർദ്ധരാത്രി ഞാൻ വരാം, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം, നമുക്ക് ഒരുപാട് നാളേക്കുള്ള ഇറച്ചിയൊക്കെ റെഡിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്നേഹത്തോടു കൂടിയുള്ള ഈ വിളി കേട്ടപ്പോൾ റഹീന അത് വിശ്വസിച്ച് നേരെ ഭർത്താവിൻ്റെ കൂടെ പോയി. ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്ത് ഉമ്മയും അതുപോലെ അനുജത്തി പറയുന്നുണ്ട് ഇത്തയോട്, നീ ഇത് പോകല്ലേ, ഇത് വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കും, നീ പോകല്ലേ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ അതൊന്നും മൈൻഡാക്കാതെ അവനെ കൂടെ പോയി. അങ്ങനെ ഇവർ അറവുശാലയിൽ എത്തിയതും ഒന്നും സംസാരിക്കാതെ റഹീനയുടെ മുടി പിടിച്ച് അറവുശാലയിൽ ഇറച്ചി കട്ട് ചെയ്യുന്ന ആ മരത്തിൽ റഹീനെ പിടിച്ച് കിടത്തി, ഒന്നും അവൾക്ക് നിലവിളിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് റഹീനെ അങ്ങ് ഇല്ലാതെയാക്കി. അങ്ങനെ മറ്റ് ഇറച്ചികൾ കൂടെ റഹീനയുടെ ഇറച്ചും ചേർത്തു. വല്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ റഹീന തിരിച്ചു വരാതിരിക്കുമ്പോൾ ഒരുപാട് അന്വേഷിക്കാൻ തുടങ്ങി, എവിടെ അറിയില്ല. അതോടൊപ്പം നജുമുദ്ദീൻ സ്ഥലം വിട്ടു. അങ്ങനെ കേസും പ്രശ്നങ്ങളായി. പിന്നെ അവസാനം ഇവൻ അവസാനം എന്നെ പോലീസുകാർ പിടികൂടുക തന്നെ ചെയ്യുമെന്നറിഞ്ഞ ഇവന് നേരെ പോലീസിൽ പോയി കീഴടങ്ങുകയും നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുകയും ചെയ്തു. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവർ, മനസ്സിലാക്കണം ഒരു സംശയ രോഗം എത്രത്തോളം ഗുരുതരമായിരിക്കുമെന്നുള്ളത്. കാരണം ഇതുകൊണ്ട് എന്താ ഇവിടെ നഷ്ടപ്പെട്ടത്?
ഇവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, മക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു, മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു, അതോടൊപ്പം ഉപ്പ ജയിലിലായി, ഉപ്പ വധശിക്ഷയ്ക്ക് വിധേയനായി, മറ്റൊരു ഭാര്യയുടെ ലൈഫ് നഷ്ടപ്പെട്ടു. എല്ലാം കാരണം ഈ സംശയ രോഗം എന്നുള്ളത് അത് നമ്മെ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ബാദല്ലന്നെ ഇസ്മ, ചില ഊഹങ്ങൾ അത് വലിയ കുറ്റകരമാണ് എന്നാണ്. ചില ആളുകൾക്കുണ്ട്, ചില ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഭാര്യ ഇങ്ങനെ സംശയിച്ചു കൊണ്ടേയിരിക്കുന്നവർ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറയുന്നത് ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ഉന്ന ലിബാസുല്ലക്കും വാംതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെയും വസ്ത്രം, ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ വരുന്ന ചില ന്യൂനതകൾ, കുറവുകൾ, അതൊക്കെ നാം മറച്ചു വെക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ ഭാഗത്ത് വരുന്ന കുറവുകൾ മറച്ചു വെക്കണം. അതാരോട്? സ്വന്തം മാതാപിതാക്കളോട്, കുടുംബത്തോട് ആരോടും പറയരുത്. വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് നമ്മുടെ ഭാര്യയാണ്. നമ്മുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന വസ്ത്രം. അതുപോലെ ആയിരിക്കണം ഭാര്യയോടുള്ള സമീപനം. ഭാര്യയോട് അത്രയും സ്നേഹത്തോടു കൂടിയായിരിക്കണം. നിങ്ങളിൽ നല്ലവർക്ക് മാത്രമേ ഭാര്യയോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാധിക്കും. ഭാര്യയോട് സ്നേഹത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവണ് എന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സംശയരോഗം അത് അപകടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.